എൻ്റെ ഡ്രോണ് പോയി കേട്ടോ. ഡ്രോണ് ഇവിടുത്തെ കസ്റ്റംസുകാർ പൊക്കി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സോ അങ്ങനെ ഫൈനലി 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം എന്ന് വെച്ചാൽ 2-ാം തീയതി ആയിരുന്നു നമ്മൾ റൈഡിൻ്റെ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വി ആർ ബാക്ക് എന്ന് വെച്ചാൽ ഇവളല്ല, നോട്ട് ഹെയർ, ഞാനും എൻ്റെ ആമനയും. And by the way, Vishaka, you guys know me, right? Yeah. But a few subscribers, one of my few अभी नए वाले जितने भी आ गए उनको नहीं पता होगा. Yeah. പുതിയ സബ്സ്ക്രൈബേഴ്സിന് അറിയുമെന്നറിയില്ല. ഞാൻ മുമ്പ് വിശാഖയുടെ കൂടെ ഒക്കെ വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ ബഡിയാണ് മുംബൈ, ആൻഡ് ഷീ ഈസ് ദ ഫസ്റ്റ് ഫീമെയിൽ മോട്ടോ വ്ളോഗർ ഇൻ ഇന്ത്യ ഫ്രം മുംബൈ. അപ്പം എന്താ പറയുക, ഞാനിപ്പോൾ ഉള്ളത് മുംബൈയിലാണ്. എന്തിനാണ് മുംബൈ വന്നത് എന്ന് ചോദിച്ചാൽ ഇറാൻ വിസ ഇഷ്യൂ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതുപോലെ അറിയാലോ, ഷെങ്കേൻ വിസ ഇഷ്യൂ ചെയ്തു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഇറാൻ വിസ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്തത്, ഷെങ്കേൻ വിസ എങ്ങനെയാണ് ഇഷ്യൂ ചെയ്ത കാര്യങ്ങളാണ്. പിന്നെ മീ ആൻഡ് ആമിന ബാക്ക് ടു റൈഡ് പൊളിക്കാം നമുക്ക്. രണ്ടാം തീയതി ആയിരുന്നു നാട്ടിൽ വന്നത്. അപ്പോൾ 2-ാം തീയതി വന്നിട്ട് ആദ്യം ഞാൻ പോയത് ഷെങ്കേൻ വിസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഫ്രഞ്ച് എംബസിയിലാണ് വിസ എടുത്തത്. പിന്നെ പലരും ചോദിക്കുന്നത് എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരുന്നത്. വരണം കേട്ടോ, വേറെ ഒന്നുമില്ല. നോ നീഡ് ലൈറ്റ് ഹിയർ ബിക്കോസ് ഐ ആം യൂസിങ് GoPro Hero 8. കീപ് ഇറ്റ് വിത്ത് യു, ഓക്കെ? ഐ ആം നോട്ട് യൂസിങ് ഡബ്ബ GoPro like you. It's a GoPro 7. It's not a Dabba GoPro. It's 8. So if I have 8, yours is Dabba. Fine. അപ്പം പറഞ്ഞു വന്നത്, ഒരിക്കലും നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഈ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഏകദേശം 8 മാസം എടുത്തിട്ടാണ് ഫസ്റ്റ് പാർട്ട് കേരള ടു യൂറോപ്പ് ചെയ്യുന്നത്. അതുമാത്രമല്ല, യൂറോപ്പ് കംപ്ലീറ്റ് ആയാൽ തിരിച്ച് യൂറോപ്പിൽ നിന്ന് നാട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുമ്പ് ഞാൻ അടുത്ത കോണ്ടിനെൻ്റ് ആയിരുന്നു പ്ലാൻ, പക്ഷേ ഇപ്പോൾ അതല്ല. യൂറോപ്പിൽ നിന്ന് നാട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് വന്നിട്ട് നെക്സ്റ്റ് പാർട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരുപാട് വിസയുടെ ഒക്കെ ആവശ്യമുള്ളതല്ല. നമ്മൾ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ടൊരു വിസ എടുക്കാൻ പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ജോലിക്ക് പോകുകയാണെന്നൊക്കെ പേടിച്ചിട്ട് അവരെന്ത് ചെയ്യും, ഒരുപാട് ബാങ്ക് ബാലൻസും ഒക്കെ കാണിക്കേണ്ടി വരും. അപ്പം ഷെങ്കേൻ വിസ ശരിക്കും 4 ദിവസം എനിക്ക് വിസ അടിച്ച് കിട്ടി. അതിന് ഞാൻ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. കാരണം നമ്മൾ ഈ വീഡിയോ തുടങ്ങുന്നത് മുംബൈയിലാണെങ്കിലും ഈ വീഡിയോ നമ്മൾ നിർത്തുന്നത് ദുബൈയിലാണ്. നാളെ വൈകുന്നേരമാണ് എനിക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് ദുബൈയിലേക്ക്. അപ്പം അവിടെ എത്തുന്നതിനിടയിൽ പോകുന്ന വഴിയിൽ എയർപോർട്ടിലും അവിടെയും ഇവിടെ ഒക്കെ വെച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ബൈ ബൈ ടു विशाखा बाय नहीं, we are meeting right May में, and don't forget दुबई से एक iPhone लेके आना है, एक GoPro लेके आना है, and നമ്മളത്തേക്കാണ് വിടുവോ ഇപ്പോ? क्या नहीं समझा मेरे को? No, I'm just saying you are a good girl and you are a good friend. पक्का? Yeah, that's what I'm saying. അപ്പം എന്താ പറയുക, ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി മനുഷ്യനാണ്. കാണാം. അപ്പം നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് നിലേഷ് ഭായ് ആണ്. എല്ലാവർക്കും നമസ്കാരം. നിലേഷ് ഭായിനെ അറിയാലല്ലേ? അറിയാത്തവർക്കായിട്ട് ഇദ്ദേഹം ഒരു കോർഡിനേറ്ററാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലുള്ള ഒരുപാട് ബൈക്കേഴ്സിൻ്റെ ക്ലബ്ബുകളുടെ കോർഡിനേറ്റേഴ്സാണ്. മുമ്പൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ ഇദ്ദേഹം ഇട്ടിരുന്നു. നമ്മുടെ കേരളത്തിൽ നിന്ന് ലഡാക്ക് അല്ലെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ എവിടെയും യാത്ര ചെയ്യുന്ന റൈഡേഴ്സിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇദ്ദേഹം ചെയ്തു കൊടുക്കും. ഇദ്ദേഹം നേരിട്ടല്ല, ഇന്ത്യയിലുള്ള മറ്റ് ക്ലബ്ബുകൾ മൂലം ഇദ്ദേഹം ചെയ്തു കൊടുക്കും. പിന്നെ അതുപോലെ എൻ്റെ ഈ ഒരു റൈഡിലും എനിക്ക് ഒരുപാട് ഹെൽപ്പാക്കിയിട്ടുണ്ട്. ഇപ്പം തന്നെ ഞാൻ പറഞ്ഞത് തിരിച്ച് നാട്ടിലേക്ക് വന്ന് റൈഡ് ചെയ്തിട്ടാണ്. ആ റൈഡ് ചെയ്തിട്ട് വരുന്ന ചൈന വഴിയൊക്കെ വരണമെങ്കിൽ അവിടെ കിട്ടുന്ന സഹായങ്ങൾ ഇദ്ദേഹം വഴിയാണ് എനിക്ക് വരുന്നത് കേട്ടോ. അപ്പം ഇനി നമ്മൾ കാണാൻ പോകുന്നത് 3ാമത്തെ ആളെയാണ്. ഇപ്പം കാണിച്ചത് കേട്ടോ. സോറി ഗൈസ്, സ്പെഷ്യൽ ഗസ്റ്റിനെ കിട്ടിയിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല. ആരെയും സ്പെഷ്യൽ ഗസ്റ്റ് ഞാൻ പറഞ്ഞില്ല. നമ്മുടെ നൊമേഡിക് ഇന്ത്യൻ യൂട്യൂബ് ചാനൽ കണ്ടിട്ടുണ്ടോ? അതിൻ്റെ ആ ബ്രോയാണ് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ഞാൻ വിചാരിച്ചത്. പക്ഷേങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി മൂപ്പര് പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് മിസ്സായിപ്പോയി. പിന്നെ അതുപോലെ ഇന്നിപ്പം ബുധനാഴ്ച ഒരു 7:10 ഞാനിപ്പോൾ ഉള്ളത് മുംബൈ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇവിടുന്ന് 7:50 എൻ്റെ ഫ്ലൈറ്റ് ടു ദുബായ്. ഓക്കെ, അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ 2 ഒന്ന് എങ്ങനെ ഇറാൻ വീസ കിട്ടി, ഒന്ന് എങ്ങനെ ഷെങ്കേൻ വീസ കിട്ടി. അപ്പം ഞാൻ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നിട്ട് ഞാൻ ഫ്ലൈറ്റ് കയറുന്ന മുമ്പ് കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ.
ഇത് 19:50 ഫ്ലൈറ്റ്. അപ്പോൾ നമുക്കൊരു 30 മിനിറ്റ് ഉണ്ട്, നമുക്ക് സംസാരിക്കാം നല്ലപോലെ. സംഭവം ഇരിക്കാത്ത ടൈമിലില്ല, അവിടെ വരുമ്പോഴേക്കും ബോർഡിങ് ചെയ്തു. ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല, ബോർഡിങ് ചെയ്ത് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളാണ്, യൂറോപ്യൻ വിസ. അതാണല്ലോ നമ്മുടെ വിഷയം. ആദ്യം നമുക്ക് യൂറോപ്യൻ വിസ പറയാം. ഒരു യൂറോപ്പ് വിസ കിട്ടുക എന്ന് വെച്ചാൽ അത് ഒരുപാട് ചടങ്ങുകളുണ്ട്. അങ്ങനെ വളരെ സിമ്പിളായിട്ട് കിട്ടില്ല. നമുക്കിപ്പോൾ ദുബൈയോ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിലൊക്കെ വിസ കിട്ടണം വളരെ ഈസിയാണ്. ഈവൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ വിസ കിട്ടണം നമുക്ക് വളരെ ഈസിയാണ്. കാരണം ഞാൻ സിംഗപ്പൂരിൽ പോയിട്ട് വന്നു, നിങ്ങൾക്ക് അറിയാലോ, ഒറ്റ സ്ട്രെച്ചിന് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സിംഗപ്പൂരിൽ പോയിട്ട് ഫിനിഷ് ചെയ്യേണ്ട തിരിച്ചെത്തി. പക്ഷേ എങ്കിൽ യൂറോപ്പിലേക്ക് പോകുമ്പം അതിനിടയിലുള്ള പല രാജ്യങ്ങളിലും വിസ ഒരുപാട് ഡിഫറെൻ്റാണ്. അപ്പോൾ യൂറോപ്പ് വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ എൻട്രി ചെയ്യണം. അതും ഒരു 90 ദിവസം അവർ ടൈം തരിക. ആ ടൈമിനുള്ളിൽ ഒരു 30 ദിവസം അല്ലെങ്കിൽ 10 ദിവസം 15 ദിവസം നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് അതുപോലെ. അപ്പോൾ അതിനുള്ളിൽ ആ ദിവസം നമ്മൾ എൻട്രി ചെയ്ത് തീർത്തിരിക്കണം. അതാണ് അതിൻ്റെ റൂൾസ്. അപ്പം ഞാനതുകൊണ്ടാണ് കഴിഞ്ഞ ഒക്ടോബറിൽ അപ്ലൈ ചെയ്തായിരുന്നത്. ഒക്ടോബറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എനിക്ക് ഡിസംബറിലേക്ക് കയറണം. പക്ഷേങ്കിൽ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ചൊക്കെ നല്ല തണുപ്പാണ് യൂറോപ്പിൽ. നമുക്ക് ബൈക്ക് റൈഡ് പോയിട്ട് നടക്കാൻ വരെ പറ്റാത്തൊരു തണുപ്പാണ്. അപ്പോൾ അതിന് ബെസ്റ്റ് ക്ലൈമറ്റാണ് ഏപ്രിൽ. അങ്ങനെയാണ് ജനുവരിയിൽ അപ്ലൈ ചെയ്തത്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഫെബ്രുവരി 28 മുതൽ മെയ് 28 വരെ 90 ദിവസത്തെ ടൈമിൽ 30 ഡേയ്സ് വിസയാണ് കിട്ടിയിട്ടത്. 30 ദിവസം കിട്ടി. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇറാനും അസർബൈജാൻ, അർമേനിയ, തുർക്കിയൊക്കെ കടന്നിട്ട് ഒരു ഏപ്രിൽ മിഡിലോട് കൂടി യൂറോപ്പ് എൻ്റർ ചെയ്ത് മെയ് ലാസ്റ്റോട് കൂടിയിട്ട് റിട്ടേൺ നാട്ടിലേക്ക് പോകണം. മീൻസ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അത് ഞാൻ പിന്നെ പറയാം എന്താണ് അവസ്ഥ. അപ്പോഴേ നമ്മൾ റൈഡ് ഫിനിഷ് ആവും. അപ്പം വിസ കിട്ടിയത് അതിന് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഏകദേശം ഒരു 10-15 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ ബാലൻസ് കാണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതും ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് എൻ്റെ ഫ്രണ്ട്സ് സഹായിച്ചിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ എന്നെ സഹായിച്ചു. ഇവൻ ഗോൾഡ് ലോണൊക്കെ എടുത്തു, എന്നിട്ടാണ് ബാങ്കിൽ ഞാൻ അത്രയും ബാലൻസ് കാണിച്ചു. പിന്നെ അതിന് എനിക്ക് ഒരു കമ്പനി ഉണ്ട്, ആ കമ്പനിയുടെ GST ഞാൻ കാണിച്ചു, അതുപോലെ എൻ്റെ പേഴ്സണൽ GST ഞാൻ കാണിച്ചു, പിന്നെ ബാങ്ക് ബാലൻസ് കാണിച്ചു. ഒരുപാട് പരിപാടികൾ ചെയ്തു. എനിക്ക് ടോട്ടൽ ഏകദേശം 83,000 രൂപ ചിലവായി ഷെങ്കൻ വിസ അടിക്കാൻ വേണ്ടി. വിസ ചാർജ് എന്ന് പറയുന്നത് വെറും 10,000 രൂപ അത്രയേ ഉള്ളൂ. 7,500 രൂപ ഞങ്ങളുടെ VFSൽ ചാർജ് ഉള്ളൂ. പക്ഷേങ്കിൽ ഞാനൊരു ബൈക്ക് ട്രിപ്പ് ആയതുകൊണ്ട് ഓൺ ദി വേയുടെ ഹോട്ടൽ ബുക്കിങ്സിന് എനിക്ക് ഏകദേശം 60,000 രൂപ വന്നു. ശരിക്കും ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യാതെ പറ്റില്ല. ഡമ്മി ടിക്കറ്റൊന്നും എടുത്തു പോയിട്ട് കാര്യമില്ല, കാരണം അത്ര ജെന്യൂൻ ആയിരിക്കണം. അങ്ങനെ ഫ്രാൻസ് എംബസിയിൽ നിന്നാണ് ചെയ്തത്. 4 ദിവസം കൊണ്ട് വിസ കിട്ടി. അപ്പം ഒരു തൃശ്ശൂരുള്ള ഒരു ബേബിയാണ് എൻ്റെ വിസ ഹാൻഡിൽ ചെയ്തത്. അത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു, എൻ്റെ പാസ്പോർട്ട് കൈ കിട്ടി. അടുത്ത തലവേദന ഇറാൻ വിസൻ്റെത് ഞാൻ പറഞ്ഞു, ഈ വിസ അപ്ലൈ ചെയ്തിട്ട് ഈ വിസ കിട്ടിയിട്ടില്ല. ഒരുപാട് ട്രൈ ചെയ്ത് കിട്ടുന്നില്ല. അപ്പം പിന്നീട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നതാണെന്ന് അറിയില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഏകദേശം 13 ആൾക്കാരെ കോൺടാക്ട് ചെയ്തു, ഇറാൻ വിസിൻ്റെ ഡീറ്റെയിൽസ് ഇട്ടു. മലയാളികൾക്ക് ആരുമില്ല, ഈവൻ ഇറാനിൽ തന്നെ വർക്ക് ചെയ്യുന്ന മലയാളികളൊന്നും ഇല്ല. ഞാൻ ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ സ്റ്റാറ്റസ് ഇട്ടു, പക്ഷേ എനിക്ക് എവിടെയും റിപ്ലൈ ഇട്ടില്ല. ഞാൻ കോൺസുലേറ്റിൽ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഓൺലൈൻ അപ്ലൈ ചെയ്യാനാണ്. ഒരുപാട് സ്ഥലത്ത് ഞാൻ അലഞ്ഞു നടന്നു ആ വിസേൻ്റെ ഡീറ്റെയിൽസിനുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ ഡയറക്റ്റ് മുംബൈയിലേക്ക് വരാം. പക്ഷേങ്കിൽ അതിനിടയിൽ ഞാൻ എൻ്റെ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് നോക്കുമ്പം ഞാൻ വിളിച്ചു ട്രാവൽ ഫോറം, നമ്മുടെ നൊമേഡിക് ഇന്ത്യൻ ബ്രോ, അവനെ ആദ്യം വിളിച്ചത്. അവൻ എനിക്ക് സൈക്കിൾ ബാബയുടെ നമ്പർ തന്നു. സൈക്കിൾ എടുത്ത് വേൾഡ് മുഴുവൻ കറങ്ങുന്നത്. മൂപ്പരായിട്ട് സംസാരിച്ചു. നല്ല മനുഷ്യനാണ്, നല്ല ഫ്രണ്ടാണ്, നല്ല ഫ്രണ്ട്ഷിപ്പ് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചു. അവരാണ് എനിക്കൊരു ഐഡിയ തന്നത്. കാരണം വളരെ സിമ്പിളാണ്, നമുക്ക് ഇറാനിൽ നിന്നും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ വരണം. ഓക്കെ, സോ അപ്പോൾ നമുക്കൊരു ഇൻവിറ്റേഷൻ, അത് അടുത്തൊരു കുടുംബം വന്നിരുന്നു, അതുകൊണ്ടാണ്. അപ്പം ഇൻവിറ്റേഷൻ വേണം. അങ്ങനെ ഇൻവിറ്റേഷൻ അവിടെ നിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് ഇറാനിൽ നിന്ന് തന്നെ ഇൻവിറ്റേഷൻ വേണം. അങ്ങനെ സൈക്കിൾ ബാബ പറഞ്ഞു, കുറച്ച് ഐഡിയാസ് പറഞ്ഞു. ഒരു ഓൺലൈൻ വെബ്സൈറ്റ് കിട്ടി. ആ വെബ്സൈറ്റ് കയറി തപ്പി നോക്കിയപ്പം ഇറാനിലെ ഷിറാസിലുള്ള ഒരു ട്രാവൽ ഏജൻസിയുടെ നമ്പർ കിട്ടി. അവരെ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തു, വിളിച്ച് സംസാരിച്ചു. അങ്ങനെ അവർ പറഞ്ഞു ഞങ്ങൾ ചെയ്തിടാന്നുള്ളത്. ഏകദേശം 30 യൂറോ ആണ്. 30 യൂറോ എന്ന് പറയുമ്പോൾ 2,500 രൂപയാണ് എനിക്ക് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ. എന്നുവെച്ചാൽ ഇൻവിറ്റേഷൻ ലെറ്ററിൽ ശരിക്കും ഒരു വിസ ഗ്രാൻഡ് ലെറ്ററാണ്, VG ആണ് പറയും, വിസ ഗ്രാൻഡ് നോട്ടീസ് എന്ന് പറയും. അതാണ് അവർ തന്നത്. അപ്പോൾ അതെനിക്ക് കിട്ടി. അവരെനിക്ക് മെയിൽ ചെയ്തു. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടി. ഞാൻ അതെടുത്തു നേരെ മുംബൈയിലുള്ള ഇറാൻ എംബസിയിലേക്ക് പോയി. ഇറാൻ എംബസി പോയി അവിടെ എൻ്റെ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു. പാസ്പോർട്ടിന് കൂടി ഈ ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്തു. പിന്നെ 1,800 രൂപ മുടക്കി ഒരു മെഡിക്കൽ എടുത്തു പുറത്തുനിന്ന്. അതും അവർ പറഞ്ഞുതരും. അതും സബ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം എനിക്ക് വിസ ഇഷ്യൂ ചെയ്തിട്ട്, സ്റ്റിക്കർ വിസയല്ല, സാധാരണ വിസയാണ്. അത് ഇഷ്യൂ ചെയ്ത് കിട്ടി. 15 ദിവസമാണ് എനിക്ക് ഇറാനിൽ സമയമുള്ളത്. അപ്പോൾ നോക്കിയിട്ട് എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം, പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് ഓൾമോസ്റ്റ് ഇറാനിലെ എനിക്ക് ഏകദേശം ഒരു 4,000 കിലോമീറ്ററിന് അടുത്ത് റൈഡ് ചെയ്യാനുണ്ട്. കാരണം ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റുന്നുണ്ട് മൊത്തത്തിൽ. അപ്പം അങ്ങനെ റൈഡ് ചെയ്യുമ്പം 15 ദിവസം പോരാ, പിന്നെ പതുക്കിയേ വണ്ടി ഓടിക്കുന്നുള്ളൂ.
അങ്ങനെ ഞാനിപ്പം ചോദിച്ചപ്പോൾ ഷിറാസിലും വേറെ 2-3 സ്ഥലങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം, വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണല്ലേ. അത്ര തന്നെ. പിന്നെ വേറെ എന്താ പറയുക, അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഏതായാലും ഞാൻ ദുബായ് എത്തിയിട്ട് പറയാം കേട്ടോ. ദുബായ് എത്തിയിട്ട് സമയം 7:30 മണിയായി. 7:50 ഇത് ടേക്ക് ഓഫ് ചെയ്യേണ്ടത്. പക്ഷേ 7 മണിക്ക് ഇവരെല്ലാവരും പിടിച്ച് ഉള്ളിൽ കയറി ഇരിക്കുന്നുണ്ട്. ചിലപ്പോൾ അവിടെ നേരത്തെ ഒന്ന് പ്രതീക്ഷിക്കുന്നത്. की बुकिंग किए हुए अपने स्थान पर ही बैठे रहे. उनकी सहायता अन्य सभी यात्रियों के विमान से उतरने के बाद की जाएंगी. ഓക്കെ, സോ ഫൈനലി നമ്മളിവിടെ എത്തി. അപ്പം പറഞ്ഞു പോകുന്നത് എന്താ ഒന്നും കേട്ടോ, എയറിൻ്റെ സംഭവം വിൽക്കാൻ പറ്റുന്ന ഫ്ലൈറ്റ് ആണെങ്കിലും നല്ല ഫുഡൊക്കെ കിട്ടി. അത് നോൺ വെജ് ഫുഡും കാര്യങ്ങളും കിട്ടി. അടിച്ചുകൂടായി എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്ത് മീൻസ് കിടന്നുറങ്ങി, അതാണ് അതിൻ്റെ സത്യം. പിന്നെ അപ്പം ഇറാൻ വിസ. ഓക്കെ, പിന്നെ ഇറാൻ വിസയുടെ അതിൽ വേറെ കാര്യം കൂടി ഉണ്ട്. എംബസിയിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി 10 മണിക്ക് തന്നെ പോകണം കേട്ടോ. കാരണം എംബസി പോയിട്ട് അവിടെ നിന്ന് സ്ലിപ്പ് വാങ്ങിയിട്ടാണ് നമ്മൾ പോയിട്ട് മെഡിക്കൽ എടുക്കേണ്ടത്. മെഡിക്കലിൻ്റെ റിസൾട്ട് വരെ 3 മണിക്കൂർ ടൈം എടുക്കും. അപ്പം 10 മണിക്ക് വരെ 12:30 മണിയാകുമ്പോഴേക്ക് റിസൾട്ട് കിട്ടും. 1 മണിക്കൂറിൽ സബ്മിറ്റും ചെയ്യണം. അപ്പം മറന്നു പോരുത് കേട്ടത്. പിന്നെ നമ്മൾ എത്ര ദിവസമാണ് നമ്മൾ കൊടുക്കുന്നത്? നമുക്കിപ്പം ഞാൻ 15 ദിവസത്തേക്കാണ് വിസ കൊടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് 15 ദിവസം കിട്ടിയത്. ഇനിയിപ്പോൾ ഞാൻ 1 മാസം കൊടുത്താൽ 1 മാസം കിട്ടും. എനിക്ക് ഇറാൻ വിസക്ക് മൊത്തം എക്സ്പെൻസ് ആയത് 7,700 രൂപ എംബസിയിലും 1,800 അടുത്ത് മെഡിക്കലും 8,800 അടുത്തുള്ളൂ കേട്ടോ. പിന്നെ എംബസിയിലെ കോൺസുലേറ്റാണ്, ഒരു തിരക്കും ഉണ്ടാവില്ല, ഫുള്ള് ഫ്രീ ആണ്. എപ്പം വേണം നിങ്ങൾക്ക് പോകാം. ഞാൻ 2 ദിവസം അടുപ്പിച്ച് പോയിട്ട് ആകെ ഒരാളെ മാത്രമേ ഞാൻ അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ടില്ല. തിരക്കില്ല, ഒന്നുമില്ല, സാധനം കൊടുക്കുകയോ വാങ്ങുകയോ വരുമോ, അത്രയാണ്. 1 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യണം കേട്ടോ, അത് മറന്നു പോകാൻ പാടില്ല. അപ്പോൾ നമ്മളങ്ങനെ ദുബായിലെത്തി. ഇനി എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണം. പുറത്തിറങ്ങിയിട്ട് എൻ്റെ അങ്കിള് പിക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം അങ്കിളിനൊന്ന് കാണട്ടെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലി ഈ വിസ എങ്ങനെ നമുക്ക് സെറ്റാക്കാം എന്നുള്ള ഒന്നും കൂടി ഞാൻ ചുരുക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഒന്നാമത് ഞാൻ പല സ്ഥലത്തു നിന്നാണ് പറഞ്ഞത്. അപ്പം ചിലപ്പം ചിലതൊക്കെ വിട്ടിട്ടുണ്ടോ. അപ്പോൾ ഞാൻ മൊത്തം നോക്കിയിട്ട് ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് അതുകൂടി പറഞ്ഞിട്ട് ഫൈനൽ എന്താണ് എൻ്റെ പ്ലാൻ, എപ്പോഴാണ് ഇറാനിലേക്ക് കയറുന്നതിൻ്റെ പ്ലാൻ, അതും കൂടി ഞാൻ പറയാം. അതുകൂടി പറഞ്ഞിട്ട് നമുക്കൊക്കെ നിർത്താം കേട്ടോ. القطار المتجه إلى مبنى القادمين واستلام الحقائب يصل الآن. يوجد ابتعاد. Train is arriving. Please stand clear. الانتباه لخطواتكم أثناء الصعود. القطار المتجه Arrivals and baggage reclaim. Arrivals and baggage reclaim. Please watch your step as you exit the train. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പുറത്തെത്തി. എൻ്റെ അങ്കിള് വരുന്നുണ്ട്. ഒപ്പര ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം പ്രശ്നം എന്താ വെച്ചാൽ എൻ്റെ ഡ്രോണ് പോയി കേട്ടോ. ഡ്രോണ് ഇവിടുത്തെ കസ്റ്റംസുകാർ പൊക്കി. സ്കാനിങ് മെഷീനിൽ കണ്ടോ എങ്ങനെയാണെന്ന് അറിയില്ല. അവർ എന്നെ വിളിച്ചു. ഞാൻ പോയി ബാഗ് ചെക്ക് ചെയ്ത്, വേഗം മൊത്തം ചെക്ക് ചെയ്ത് ഡ്രോണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ ഒരുപാട് സംസാരിച്ചു അവരോട്. പക്ഷേങ്കിൽ കാര്യമില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ 4 ദിവസം ഉണ്ടാവും, ശനിയാഴ്ച കൺട്രി എക്സിറ്റ് ആകുന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ അവർക്ക് ഒരു റൂൾസ് ഉണ്ട് അവരുടെ. അപ്പോൾ അത് വിട്ടിട്ട് അവർക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം ഫൈനലി എന്താണ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരിച്ചു അവസാനം അവർ പറഞ്ഞൊരു തീരുമാനം, ഡ്രോൺ ഇവിടെ വെച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എടുത്തോന്ന് പറഞ്ഞു. പക്ഷേ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എടുത്തു. നല്ല സ്വഭാവമായിരുന്നു, നല്ല പെരുമാറ്റമായിരുന്നു, നല്ല രീതിയിലാണ് അവർ പെരുമാറിയത്. അകത്ത് പോയി കുറച്ച് ഫോമൊക്കെ സൈൻ ചെയ്തു, എൻ്റെ പാസ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ കൊടുത്തു. ഡ്രോൺ അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ മിനിമോൾ അങ്ങനെ അവിടെ കിടക്കുന്നുണ്ട്. എൻ്റെ മിനി ഐ മിസ് യു. 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഏതായാലും അവിടെ പോയി പേപ്പർ കാണിച്ചിട്ടെടുക്കാം. അതിന് ഞാൻ ചെയ്യേണ്ടത്, ഞാൻ കൺട്രി എക്സിറ്റ് ആകുന്ന പ്രൂഫ് കസ്റ്റംസിന് കാണിക്കണം. ഇപ്പോൾ ഇറാനിലേക്കാണല്ലോ പോകുന്നത്. അപ്പം ഇറാനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇറാനിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കണം. അപ്പം ഇതൊക്കെയാണ് ഉള്ളത്. ഇനി കാർണൂർ വരണം. കാർണൂർ വന്നിട്ട് കാർണൂർ കൂടി റൂമിലേക്ക് പോകണം. സംഭവം
ടെൻഷനൊന്നുമില്ല, കാരണം ദുബായ് പോലീസാണ്, നമുക്ക് ധൈര്യമാണ്. അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനൊന്നുമില്ല, അവർ തിരിച്ചു തരുമെന്ന് പറഞ്ഞാൽ അവർ തരും. ഇക്കാര്യത്തിൽ യാതൊരു ടെൻഷനും ഇല്ല. സോ അങ്ങനെ നമ്മുടെ കാർണോർ എത്തിയിട്ടുണ്ട്, റൂമിലേക്കാണ് പോകുന്നത്. പിന്നെ എന്താ പറയുക, അത് ചിരിച്ച് വേറെ ഞാൻ കൊണ്ടില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരുപാട് വ്ളോഗ് ചെയ്തു, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ മറന്നു. അപ്പം ഡ്രോണിൻ്റെ സങ്കടമുണ്ട്, ഇല്ലാന്നില്ല, എന്നാലും ചെറിയ സങ്കടം അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം വിസ. ഇപ്പം യൂറോപ്പ് വിസ ഞാൻ പറഞ്ഞു 83,000 രൂപ എനിക്ക് യൂറോപ്പ് വിസക്ക് ചിലവായിട്ടുണ്ട്. അപ്പം ചിലരൊക്കെ വിചാരിക്കും എന്തിനാ ബ്രോ ഇത്ര അധികം പൈസ, അത്ര ഒന്നും വേണ്ട, 5,000 രൂപ കിട്ടും, അല്ലെങ്കിൽ 10,000 കിട്ടും, അല്ല അവർ ആക്കിത്തരും ഇവരാക്കിത്തരും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾ ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങുമ്പോഴാണ് അതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇപ്പം നാട്ടിൽ വന്നിട്ട് തന്നെ ഏകദേശം 83,000 രൂപ ഞാൻ യൂറോപ്പ് വിസ കൊടുത്തു. പിന്നെ 10,000 രൂപയുടെ അടുത്ത് ഞാൻ ഈ ഒരു ഇറാൻ വിസ കൊടുത്തു. പിന്നെ 2 വേ ടിക്കറ്റ് എക്സ്പെൻസിലടക്കം ഏകദേശം എനിക്ക് എന്തായാലും 1.5 ലക്ഷം രൂപയുടെ അടുത്ത് എനിക്ക് വന്ന് ചിലവായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ട്രിപ്പിന് വേണ്ടി മാത്രം മനസ്സിലാക്കുക നിങ്ങൾ. 1.5 ലക്ഷം രൂപ എടുത്ത് എക്സ്പെൻസ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്വപ്നമല്ലേ, നേടും, നമ്മളെന്തായാലും കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരും, അത്ര തന്നെ. ഇനിയുള്ള പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഇവിടെ നിന്ന് ഇനി നമുക്ക് പോകേണ്ടത് ഇറാനിലേക്കാണ്. നാളെ ആമിനാൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ചേഞ്ച് ചെയ്യണം. പിന്നെ അതുപോലെ ചെയിൻ പോക്കറ്റിൻ്റെ ചെയിനൊന്ന് മാറ്റും, ഒന്ന് സർവീസ് ചെയ്യും ഇറാനിൽ കയറുന്നതിന് മുമ്പ്. ഇറാനിൽ 15 ദിവസമാണ് കിട്ടിയുള്ളത്. പക്ഷേ 15 അല്ല, ഞാൻ അവിടെ എത്തി എന്തായാലും സിറ്റുവേഷൻ നോക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഇറാനിൽ നിന്നും നേരെ അസർബൈജാനിൽ നിന്നും ജോർജിയ, ജോർജിയയിൽ നിന്നും അർമേനിയയിൽ നിന്നും നേരെ തുർക്കി ടു യൂറോപ്പ്. ഇതാണ് പ്ലാൻ. അതിൽ യൂറോപ്പ് എനിക്ക് മെയ് 28 വരെ മാത്രമേ ഡേറ്റ് ഉള്ളൂ. അപ്പോൾ മെയ് 28-നുള്ളിൽ ഞാൻ 1 മന്ത് ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്കും ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആവും. കേരള ടു യൂറോപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവും. പിന്നെയാണ് നെക്സ്റ്റ് പാർട്ട് വരുന്നത്. അത് ശരിക്കും അപ്പോഴാണ് പ്ലാൻ ചെയ്യേണ്ടത്. ഞാൻ പറയാം, വണ്ടി അവിടെ വെച്ചിട്ട് നാട്ടിൽ വരും, കുറച്ച് വിസ എടുത്ത് തിരിച്ചു പോയിട്ട് പിന്നെ അവിടെ നിന്ന് റൈഡ് ചെയ്തിട്ട് ചൈന വഴി റൈഡ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ നേരെ നമ്മുടെ ഇരിട്ടിയിലേക്ക് തിരിച്ചു പോകും, എൻ്റെ വീട്ടിലേക്ക്. അതാണ് കേട്ടോ പ്ലാൻ. പിന്നെ ഒരുപാട് നന്ദി എല്ലാവർക്കും, സപ്പോർട്ടിന് ഒരുപാട് നന്ദി. ഇറാൻ വിസയൊക്കെ ഞാൻ മാക്സിമം ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കത് ഫോളോ അപ്പ് ചെയ്താൽ മതി. ഒരുപാട് ഇൻഫർമേഷൻസ് അതിൽ ഒരുപാട് ആൾക്കാരോട് ചോദിച്ചിട്ടൊക്കെയാണ് ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത്. പക്ഷേങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്ന നിലയ്ക്ക് നിങ്ങൾക്കെല്ലാം പകർന്നു തരുന്നുണ്ട്. ഇപ്പോഴും ഞാനത് ചെയ്തിട്ടുണ്ട്, ഒന്നും ഞാൻ ഒളിപ്പിച്ച് വെക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയുക. ഞാൻ നോക്കട്ടെ, നമ്മുടെ അമിന ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനൊരു റിവ്യൂ വീഡിയോ ഇടാൻ പറ്റും നോക്കാം. 10,000 കിലോമീറ്റർ ആയി ഏകദേശം. 10,000 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള ഒരു റിവ്യൂ വീഡിയോ ഞാനത് ഇടാൻ പറ്റും നോക്കട്ടോ. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ എൻ്റെ മുഖം മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വേറെ കാഴ്ചകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ കേട്ടോ. അപ്പം വേറൊന്നും പറയാനില്ല. എല്ലാവരോടും ഇന്ന് ബുധനാഴ്ചയാണ്, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഇവിടെ ഉണ്ടാവും. ഞാൻ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആയിരിക്കും മിക്കവാറും പോവുക, UAE ഉണ്ടാവും. അപ്പോൾ കാണാം. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറാനിൽ കയറി കഴിഞ്ഞാൽ എങ്ങനെ കഷ്ടപ്പെട്ടാലും എല്ലാ ദിവസവും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. നമുക്ക് ഉഷാറാക്കാം, പൊളിക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് അല്ലോട്ടോ എല്ലാവരോടും, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി കേട്ടോ. അപ്പോൾ ശരി ഗൈസ്, അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.